പ്രതികരണ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് എമ്പുരാൻ എന്ന സിനിമയും അതിലെ പ്രതിപാദ്യ വിഷയവും. ശരിക്കും 2002 നടന്നിട്ടുള്ള ഗോത്ര കലാപവും ആ കലാപത്തിനോടനുബന്ധിച്ച് നടന്ന ചില ലഹളകളും ഇതാണ് പരാമർശ വിഷയം. എന്നാൽ ഗോത്ര സംഭവത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുകയും ചെയ്തില്ല. അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയും ഹിന്ദുക്കൾ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്നതാണ് എന്ന രീതിയിൽ വരുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് പരാമർശങ്ങൾ. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഏതായാലും ആ സിനിമയെക്കുറിച്ചല്ല ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുന്ന കമന്റുകളിലും പോസ്റ്റുകളിലും BJP അനുകൂലികളും BJP മെമ്പർമാരും സത്യത്തിൽ BJPയെയും RSSനെയും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ്. ഇവിടെ മോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇന്ന് മന്ത്രിസഭയിലുള്ള എല്ലാവർക്കും അറിയാം. ആദ്യം മുതൽ ആണ് പ്രവർത്തനം തുടങ്ങിയത്. നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തെ ശക്തിപ്പെടുത്തുക, പട്ടാളത്തിന് ചോർന്നുപോയ വീര്യം ഉണർത്തുക എന്നിങ്ങനെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ച് എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം കണ്ടെയ്നർ നോട്ടുകളൊക്കെ വന്ന കഥ. എല്ലാറ്റിനെ പറ്റിയിട്ടും വിവിധ മേഖലകളിൽ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് വകുപ്പിനെ ആഭ്യന്തര മന്ത്രാലയം ഒരുക്കി നിർത്തി. അത് അതിൻ്റെ വഴിക്ക് തുടർന്നു പോകുന്നു. രണ്ടാം ഘട്ടത്തിൽ മോദിജി അധികാരത്തിലെത്തി ഒരു പകുതിയാകുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ളതും സമാധാനപരമായിട്ടുള്ളതുമായ അടിത്തറയെ മുഴുവൻ നശിപ്പിക്കുവാൻ, ഭാരതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും. അവർ വിവിധ മേഖലകളിൽ പണം കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ടുണ്ട്. അതിൽ വാർത്താ മാധ്യമങ്ങളും സിനിമക്കാരും ഉൾപ്പെടും. അപ്പൊ അതിൻ്റെ പുറകെയും സഞ്ചരിക്കുന്നു. ഇനി അങ്ങനെ ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഏതൊക്കെ നിലയിലാണ് എന്നറിഞ്ഞപ്പോഴാണ് 2024 മൂന്നാമത്തെ ഇലക്ഷൻ വരുന്നത്. കുറച്ച് അപകടകരമായ അവസ്ഥയാണ്. 3 ഓപ്ഷനാണ് സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ ഉള്ളത്. 1, വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറുക. 2, കൂട്ടുകക്ഷി ഭരണത്തിലൂടെ അധികാരത്തിലേറുക. 3, പരാജയപ്പെടുക. ഈ 3 സംഭവം നടന്നാലും അത് എങ്ങനെ തരണം ചെയ്യണം എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ലക്ഷ്യം ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറുക. അതിനാ മോദിജി പറഞ്ഞത് 400 സീറ്റൊക്കെ ലഭിക്കുമെന്ന്. പക്ഷേ അത് തടയാൻ അവർക്ക് കഴിഞ്ഞു, ഡീപ് സ്റ്റേറ്റിന്. പക്ഷേ അവരുടെ മുഴുവൻ ആഗ്രഹം നടന്നില്ല. കൂട്ടുകക്ഷി ഭരണം വന്നു. അതിന് അവരുടെ തന്ത്രങ്ങളെ പൊളിക്കാൻ ഇവിടെ BJPക്ക് കഴിഞ്ഞു, RSSനും കഴിഞ്ഞു. നരേഷനുകൾ പലതും വരും, അതൊന്നും കേൾക്കണ്ട. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി കൂട്ടുകക്ഷി ഭരണം ഇത് ഉടനെ വീഴും. എവിടെ വീണു? അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകക്ഷി ഭരണമാണെങ്കിൽ എങ്ങനെയെല്ലാം പെരുമാറണം എന്നുള്ളത്. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇനി പരാജയപ്പെട്ടാലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ്. അതിന് തെളിവാണ് അതിനുശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ. ഹരിയാന, ന്യൂഡൽഹി, മഹാരാഷ്ട്ര 3 വമ്പൻ വിജയമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിഹാരവും അവർ കണ്ടിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ഇതാണൊരു കാര്യം. അടിസ്ഥാനപരമായിട്ടല്ല എമ്പുരാൻ സിനിമ, ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ഇവിടെ സെൻസർ ബോർഡില്ലേ. അപ്പൊ ചിലർ പറയും സെൻസർ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന പ്രസൂത് ജോഷി എന്ന് പറയുന്ന ഒരു വിദ്വാനാണ്. അയാൾ അർബൻ നക്സലൈറ്റ് ആയിരുന്നു.
ഇപ്പൊ ഈയിടെ മോഹൻദാസ് അടക്കം TG മോഹൻദാസ് അടക്കം പറയുന്നത് കേട്ടു, ഒരിക്കൽ മോദിയെ സ്തുതിച്ചുകൊണ്ട് ഒരു കവിതയോ കഥയോ എന്ത് എഴുതിയിത്രേ, അതിൽ മോദി അങ്ങോട്ട് ആകൃഷ്ടനായി, എന്നിട്ട് അയാളെ പിടിച്ച് അതിന്റെ തലപ്പെടുത്തി ഇരുത്തി. ഇനി ജന്മത്തിൽ അവനെ മാറ്റുന്ന പ്രശ്നമില്ല. ഇതൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത്? ആരെങ്കിലും മുഖത്ത് നോക്കി 4 സ്തുതി സ്തുതിച്ചാൽ അത് മയങ്ങി വീഴുന്ന ഒരു പോഴനാണോ നമ്മുടെ പ്രധാനമന്ത്രി? ആണോ? എന്ത് രൂപത്തിലാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ഈ സിനിമയിലെ വിഷയം കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞിരിക്കുന്നു. സെൻസർ ബോർഡിൽ വരുന്ന സമയത്ത് ഈ സംഗതികളൊക്കെ അറിഞ്ഞു. അതിൽ ഏറ്റവും ദുഷിച്ച ഭാഗം, ദേശീയ പതാകയെ അപമാനിക്കുന്ന ആ ഭാഗം മാത്രം മാറ്റിക്കളഞ്ഞു. ബാക്കിയുള്ളത് അങ്ങനെ വിട്ടു, അറിഞ്ഞുകൊണ്ട് വിട്ടത് തന്നെയാണ്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? ഇവിടെ ഓരോ സംഭവവും കഴിയുമ്പോഴും കേന്ദ്രം ഇടപെട്ടില്ല എന്ന് പറയും. കേന്ദ്രം അവനവൻ എന്ത് ചെയ്തു? ശബരിമല പ്രശ്നം മുതൽ അന്ന് പലപ്പോഴും പറയും എല്ലാവരും കേന്ദ്രം ഇടപെട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സമരം ചെയ്തു. നമ്മുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കുറേ കാലം, സുരേന്ദ്രൻ കുറേ കാലം ജയിൽവാസം വരെ ഇട്ടിച്ചു. ഒരുവിധം ഭംഗി. പിന്നെ ഓരോ കാര്യം നടക്കുമ്പോഴും അവസാനം മനസ്സിലായി ഇതാരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ദേശസ്നേഹികൾ എത്തി. അതാണ് ഇപ്പൊ കണ്ടത്. അതിശക്തമായിട്ട് എതിർത്തു. അതിന്റെ ഫലവും കണ്ടു. നിർമ്മാതാക്കൾ തന്നെ വെട്ടിമാറ്റാൻ തീരുമാനിച്ച ആ ഭാഗം. അതാണ് വിജയം. ഇത് തന്നെയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞു, MT രമേശ് ഇത് പറഞ്ഞു, സിനിമയായി കണ്ടാൽ മതി. അത് അവർക്ക് പറയേണ്ട കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടിയാണ്. 2026 നേടാവുന്ന അത്ര സീറ്റുകൾ നേടുക, 2031 പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുക, 2036 മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക. ഇങ്ങനെ ഒരു ദീർഘമായ പദ്ധതി അനുസരിച്ചാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വർത്തമാനമേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. സിനിമയായിട്ട് കാണണം, പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത് ആരെയും. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അഭിപ്രായം എന്ത് വേറെയാണ്. അതിനനുസരിച്ച് MT രമേശിനും പറയാൻ പറ്റുള്ളൂ. എന്നാൽ RSS നേതാവ് വേറെ പറഞ്ഞു. അല്ല, RSS നേതാവിന്റെ ദൗത്യം അത് വേറെ. ഇത് അന്വേഷിക്കണമെങ്കിൽ കാരണം വേണമല്ലോ. RSS ആണ് പരാതി, അപ്പൊ അന്വേഷിക്കണം. കാണാം, അത് 2 കൂട്ടരെയും 2 തരത്തിലുള്ള അഭിപ്രായം. അത് പരസ്പരം ശത്രുക്കളായതുകൊണ്ടല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. BJPയുടേത് RSS ഇഷ്ടമല്ല, അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. BJP ചന്ദ്രശേഖർ പറയാനുള്ളത്, MT രമേശ് പറയാനുള്ളത് അവരവർ പറയും. RSSന്റെ നേതാവിന് പറയാനുള്ളത് അവർ പറയും. അത് രണ്ടും രണ്ടാണ്. ഇവിടെ ദൗത്യം രാജീവ് ചന്ദ്രശേഖരന്റെ ദൗത്യം വളരെ വലുതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അഭിപ്രായം എന്തെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഇനി എന്തിനാണ് ഇങ്ങനെ ഇത് കൊടുത്തത്? 2002 നടന്ന സംഭവത്തിൽ ഈ തീവ്രവാദികളെ മുഴുവൻ, ഗോദ്ര സംഭവത്തിൽ ഈ തീവണ്ടി കത്തിച്ച തീവ്രവാദികളെ മുഴുവൻ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. മോദിജി ഗുജറാത്ത് കലാപത്തിനോടനുബന്ധിച്ച് ശരിക്കും അത് ഒതുക്കി തീർക്കാനാണ് മോദിജി തീരുമാനിച്ചത്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച് മോദിജിക്കെതിരെയും അമിത്ഷാക്കെതിരെയൊക്കെ പരാതി ഉണ്ടായി. അതും കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ കാലഹരണപ്പെട്ടു പോയ ആ കാര്യം വീണ്ടും എന്തിനാണ് കുത്തിപ്പൊക്കിയത്? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിന് തന്നെയാണ് ഉത്തരം കാണേണ്ടത്. അപ്പൊ സിനിമാ രംഗത്തും വാർത്താ മാധ്യമ രംഗത്തും പണം ഒഴുകിയിട്ടുണ്ട് എന്ന തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അന്വേഷണം വരും. ആരൊക്കെ വാങ്ങി, ഏതൊക്കെ നിലയിൽ വാങ്ങി, ഏതൊക്കെ രൂപത്തിലാണ് വാങ്ങിയത്, അതിന്റെ പിന്നിൽ വേറെ ഏതൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സാധാരണ ഒരു സംവിധായകൻ നിർമ്മാതാവിനോട് ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ സിനിമ എടുക്കാമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഇത് ലാവിഷായിട്ടല്ല. ഈ ലാവിഷായിട്ട് ചിലവാക്കേണ്ട അർത്ഥമെന്ത്? മാത്രവുമല്ല, BBC എന്നും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. അവർ ഡോക്യുമെന്ററി ഇറക്കിയിരുന്നു ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്. അതിവിടെ നിരോധിച്ചതാണ്. അതേ വിഷയം തന്നെ എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത്? ഇതൊക്കെ അന്വേഷണ വിധേയമാണ്.
അതിന്റെ പരിപൂർണ തെളിവ് കിട്ടിയാൽ ഈ നേരത്തെ ചില ആൾക്കാരെ പൊക്കിയ മതി രാത്രിക്ക് രാത്രി പൊക്കും, യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവും വിചാരിക്കേണ്ട. പക്ഷെ വ്യക്തമായിട്ട് രേഖകൾ കിട്ടണം. വ്യക്തമായിട്ട് രേഖകൾ കിട്ടാത്തതിന്റെ പേരിൽ പലതും പോയിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടും, എല്ലാ സംഗതിയുണ്ട്. ചിലപ്പോ ഈ പിടികൂടിയ ചില നേതാക്കളുണ്ടല്ലോ അവിടെ കിടക്കണു, അവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ വിവരം കിട്ടിക്കൂടായികയില്ല. തീർച്ചയായിട്ടും ചിലവർ പറയുന്നു മോഹൻലാലിന്റെ മിലിറ്ററി പദവി എടുത്തു കളയണം. എടുത്തു കളയില്ല എന്നും പറയാൻ പറ്റില്ല, പെട്ടെന്നുണ്ടാവില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ സംഭവം അറിഞ്ഞുകൊണ്ടാണോ, മോഹൻലാൽ അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തത് എന്ന് വ്യക്തമായ തെളിവ് വേണം. അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം വിശ്വാസമുള്ള ഒരാൾക്കാർ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ പലരും അങ്ങനെ ചെയ്യും. പല നടന്മാരും മുമ്പ് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല നടന്മാരൊക്കെ അവനവന്റെ ഭാഗം കഴിഞ്ഞാൽ അവിടുന്ന് പോകും, ബാക്കിയുള്ള ഭാഗം ശ്രദ്ധിക്കില്ല. അപ്പൊ ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെയാണോ അതോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവമാണോ എന്നുള്ളതിന് വ്യക്തമായ തെളിവ് കിട്ടണം. മനഃപൂർവമാണെങ്കിൽ ഈ സംഗതി മിലിറ്ററി ഓഫീസേഴ്സിന് മുന്നിലൊക്കെ ഈ സിനിമ അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായം കൂടി നേടും. അവരുടെ അഭിപ്രായം ഇത് തിരിച്ചു വാങ്ങണം എന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വാങ്ങും, യാതൊരു സംശയമില്ല. പക്ഷെ അതിന് കുറെ കടമ്പകളുണ്ട്, ഒക്കെ നിയമം വഴിക്കാണ് പോകുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കേന്ദ്രത്തെയും ഇവരെയൊക്കെ BJP-ക്കാർ തന്നെ ഇങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് ഇതിലൊന്നല്ല കാര്യം. രാജീവ് ചന്ദ്രശേഖർ സിനിമയായിട്ട് കാണണം എന്ന് MT രമേശും പറഞ്ഞു വെച്ചെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചത് എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ, 2026 കിട്ടാവുന്ന അത്ര സീറ്റുകൾ നേടുക, 31 പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുക, 36 മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക. ദീർഘമായൊരു പദ്ധതിയാണ്. അപ്പൊ അതിനനുസരിച്ച ഒരു സംഭവമാണ്. ഇപ്പൊ ഇവിടെ യാതൊരു നേതൃത്വവും ഇല്ലാതെ കണ്ട് തന്നെ രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മൾ ഇതിനെ എതിർത്തു, അതിന്റെ ഫലവും കണ്ടു. ഇത് തന്നെയാണ് കേന്ദ്രവും ഉദ്ദേശിക്കുന്നത്. അവനവൻ ചെയ്യേണ്ട കാര്യം അവനവൻ ചെയ്യുക, കേന്ദ്രം ചെയ്യേണ്ട കാര്യം കേന്ദ്രം യഥാസമയത്ത് ഇടപെട്ടുകൊള്ളും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിനും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം, അദ്ദേഹം ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്യും. ഇത് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്ന സന്ദേശം. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, കേന്ദ്ര ഗവൺമെന്റിനെയും BJP-യെയും RSS-നെയും ഒന്നും അങ്ങനെ ഒരു എന്താ പറയുക ബുദ്ധിയില്ലാത്തവരായിട്ട് കാണരുത്. എന്തെങ്കിലും ഒരു സ്തുതിപാഠം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ തളർന്നു വീണ് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല നരേന്ദ്രമോദി. അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഒരു കാലത്ത് അർബൻ നക്സലൈറ്റ് ആയിരുന്നു എന്ന് കരുതി അയാൾ ഇപ്പോഴും അതാണെന്ന് പറഞ്ഞുകൂടാ. കാരണം അയാൾക്ക് നല്ലൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്, അത് കാത്തു സൂക്ഷിച്ചിരിക്കേണ്ട വേണം. അത് അയാളുടെ കൂടി ആവശ്യമാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല. ഇപ്പൊ ചന്ദ്രബാബു നായിഡുവും ഒക്കെ പിരിഞ്ഞു പോയ എന്ത് ചെയ്യും? പിരിയില്ല ഇവര്. കാരണം അയാൾക്കൊരു ജീവശ്വാസം കിട്ടിയതാ. ഇപ്പോൾ മറ്റേ എന്താ പവൻ കല്യാൺ എന്ന് പറയുന്ന സിനിമാ നടൻ, നമ്മുടെ ഇവിടെ സുരേഷ് ഗോപിയെ പോലെയാണ് ആന്ധ്രാപ്രദേശിൽ അങ്ങേര്. മോദിജിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാ, ഒരു കൂട്ടി ഇണക്കിയതാണ്. അയാൾക്കൊരു ജീവശ്വാസം കിട്ടിയതാണ്. അത് വേണ്ടെന്ന് പറയുമോ അയാള്? ഇല്ല, യാതൊരു സംശയവുമില്ല. അതേമാതിരി തന്നെ നിതീഷ് കുമാറിന്റെ കാര്യം മുമ്പ് പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴത്തെ സന്ദർഭം അങ്ങനെയല്ല. അപ്പോ അങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യില്ല. പിരിഞ്ഞു പോയാലും പ്രശ്നങ്ങളില്ല. കാരണം പിരിഞ്ഞു പോയ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം പ്രസിഡന്റ് ഭരണം, അത് കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ, വൻ ഭൂരിപക്ഷത്തോടു കൂടി കയറാനുള്ള സാഹചര്യം ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് ഇപ്പോഴേ 2029 പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളറിയുന്നില്ല. അല്ലാതെ ഇലക്ഷൻ വന്നാൽ ഒരാഴ്ച മുമ്പ് തുടങ്ങുന്ന പ്രചരണ പരിപാടിയല്ല. പതുക്കെ പതുക്കെ അങ്ങനെയാണ് അരിച്ചു കയറി 2 സീറ്റിൽ നിന്ന് 3ാമത്തെ പ്രാവശ്യം ഭരണത്തിലെത്തിയത് കൊണ്ടാണ്. 2 സീറ്റിൽ നിന്ന് വന്നതാണ്. അപ്പോ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചു ഇതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ തക്ക സമയത്തുള്ള പ്രതികരണം ഉണ്ടാകും.
പിന്നെ ഇപ്പൊ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ആൾക്കാർ അവരുടെയും ഡ്യൂട്ടി അതാണ്. കോൺഗ്രസ്സുകാരായാലും മാർക്സിസ്റ്റുകാരായാലും അല്ലെങ്കിൽ മറ്റുള്ള തീവ്രവാദ സംഘടനകളായാലും അവർക്ക് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കും. വിജയിക്കൂലൊന്നുമല്ല. ഇവരൊക്കെ പറയുന്നത് മനസാക്ഷിക്കനുസരിച്ചാണോ പറയുന്നത്? VT ബലറാമൊക്കെ പറയുന്നത് കേട്ടു. മനസാക്ഷിക്കനുസരിച്ചാണോ പറയുന്നത്? അല്ലല്ല, ഒരു BJP വിരോധം പ്രകടിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, എല്ലാറ്റിനും കാലം കണക്ക് പറയും. ഏതായാലും ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രതിഷേധം അതിന് ഫലം കണ്ടുവല്ലോ അല്ലേ? ശരിക്ക് കട്ട് ചെയ്യല്ല വേണ്ടത്, ഗോത്ര സംഭവം കൂടി വിശദമായി കാണിക്കുക വേണ്ടത്. എന്നാലേ പരിപൂർണമാകും. ഏതായാലും ഇത്രത്തോളം വിജയിച്ചല്ലോ. അപ്പോൾ കേന്ദ്രവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒന്നും പോഴന്മാരല്ല. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ എന്തെല്ലാം നടക്കുന്നു. ഇനി എപ്പോഴാണ് ഓരോരുത്തരെ പൊക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സന്ദർഭം വരുമ്പോൾ അതും അതിൻ്റെ അതേമാതിരി നടക്കും, യാതൊരു സംശയവുമില്ല. എവിടെ നിന്നൊക്കെയാണ് പണം കിട്ടിയിട്ടുള്ളത് ഈ ലേവിഷായിട്ട്? ഇപ്പോൾ ഇതാ പൃഥ്വിരാജിൻ്റെ ഏതൊരു കെട്ടിടത്തിൽ നിന്ന് ഒരു മയക്കുമരുന്ന് പിടിച്ചു, അങ്ങനത്തെ ഒരു കേസ് മുമ്പുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽ വരും. സകല വിഷയം മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ എവിടേക്ക് എന്തെല്ലാം നടക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. അതിൽ അപകടം ഏതൊക്കെയാണെന്നൊക്കെ അറിയുന്നവരെ പിടിച്ച് പൊക്കു ചെയ്യും, സംശയിക്കണ്ട. പക്ഷെ പെട്ടെന്ന് വികാരത്തിൽ അടിമപ്പെട്ടുകൊണ്ട് നാളെ ഇന്നിങ്ങോട്ട് പടറങ്ങുന്ന ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം എല്ലാം അതൊന്നുമില്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ പൊക്കുക തന്നെ ചെയ്യും. അപ്പോൾ കേന്ദ്രം ഉണ്ടാതിരിക്കുന്നു, കേന്ദ്രം അലസതയാണ്, അതാണ് ഇതാണ് ഓരോരുത്തർ പറയുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ. കേന്ദ്ര ഭരണത്തെക്കുറിച്ച്, കേന്ദ്രം ഭരിക്കുന്ന BJPയെക്കുറിച്ച്, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള RSSനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവരാണിത് പറയുന്നത്. ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയില്ലായിരുന്നു. നന്ദി, നമസ്കാരം.